നമസ്കാരം, ഞാൻ ഡോക്ടർ സൂര്യ സുരേഷ്, അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ മെഡിക്കൽ ഓഫീസറാണ്. ജില്ലയിലെ 20 സ്ഥാപനങ്ങളാണ് നമ്മൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായി ഉയർത്തിയിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പം ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മരുന്നുകൊണ്ട് മാത്രമല്ല, യോഗ പോലെയുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമ്മുടെ ശാരീരിക മാനസിക സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ്. മരുന്നിൽ ഉള്ള ഓവറായിട്ടുള്ള നിങ്ങളുടെ ഡിപ്പെൻഡൻസ് കുറച്ചുകൊണ്ട് യോഗ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ യോഗ സ്ഥിരമായി അഭ്യസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നോട് യോഗ ഡാൻസ് നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണണം, അതായത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവരാണെങ്കിലും, ഇന്ന് 2 ഭിന്നശേഷിക്കാരുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ദിവസം ഇവിടെ വന്ന് ചെയ്തിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ഈ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഈ ഒരു സേവനം അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാനിന്ന് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും അവർക്ക് PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗങ്ങൾ എല്ലാം കണ്ടുവരുവാണ്. സ്ട്രെസ് എന്നൊരു ഫാക്ടർ എല്ലാവർക്കും വർദ്ധിച്ചു വരുവാണ്. എല്ലാവരും ഇപ്പോൾ പഠനം മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വ്യായാമം കിട്ടുന്നില്ല, ജങ്ക് ഫുഡിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ആ രുചി മാത്രമാണ് പ്രാധാന്യം. കളി എന്താന്നുള്ളവർ മറന്നുപോയി, അല്ലെങ്കിൽ പാടത്തിറങ്ങി കളിക്കുന്നതും മുറ്റത്തിറങ്ങി കളിക്കുന്നതും ഒന്നും അവർ മറന്നുപോയി. പക്ഷെ അവർക്ക് പഠനം മാത്രമായിട്ട് മാറുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അത് ആ ഒരു സ്ട്രെസ് മാത്രമായിട്ട് മാറുന്നു. അപ്പം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുട്ടികൾക്കായിട്ടുള്ള യോഗ ക്ലാസ് വെക്കേഷൻ സമയത്ത് നടത്തുന്നുണ്ട്. അതും എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ 11ാമത് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. ഹോമിയോ ആശുപത്രിയിലാണെങ്കിലും ഒത്തിരിയേറെ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതി അകത്ത് നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡോക്ടറും ഇവിടുത്തെ നമ്മുടെ യോഗ പരിശീലനായ ശങ്കറും ഒക്കെ കൂടി നല്ല രീതിയിൽ തന്നെ പരിശീലനം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ 2 ഭിന്നശേഷിക്കാരൂടി പഠിക്കുന്നുണ്ട്. അവർ 2 വർഷമായി യോഗ പരിശീലനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അവർക്ക് ആരോഗ്യപരമായിട്ടായാലും മാനസികമായിട്ടായാലും യോഗ പരിശീലനത്തിന് വന്നതിന് ശേഷം ഒത്തിരിയേറെ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയിപ്പോൾ ഉള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വ്യായാമവും ഇതുപോലെ യോഗ പരിശീലനമൊക്കെ ഉണ്ട്. യോഗ പരിശീലിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ അവർക്ക് കേന്ദ്രീകരിച്ച് മനസ്സിനൊരു ഏകാഗ്രത നേടിക്കൊണ്ടവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാവരും ഈ യോഗ പരിശീലനം ചെയ്യണമെന്നുള്ളതാണ്. എങ്കിൽ പോലും എല്ലാവരുടെയും സമയക്കുറവ് കൊണ്ട് എല്ലാവരും എത്തിച്ചേരാൻ പറ്റുന്നില്ല. എങ്കിലും വാർഡുകളിൽ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ആദ്യ പരിശീലനം കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ തുടർന്നുള്ള ആദ്യത്തെ ഒരു യോഗ പരിശീലനം ആദ്യഘട്ടം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കൃത്യമായി മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് പോവുകയും പിന്നെ അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തന്നെ പഞ്ചായത്തിന്റെ പല വാർഡുകളിൽ യോഗ പരിശീലനം നടക്കുന്നുണ്ട്. ഏറെക്കുറെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സ്കൂളുകളിലും ഇനി നമ്മുടെ സ്കൂളുകളിൽ തുടങ്ങിയെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഇതിലോട്ട് ഉള്ള താല്പര്യം ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഈ യോഗ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് സ്കൂളുകളിൽ തൊട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഇനിയും വരുന്ന തലമുറയെ നല്ല രീതിയിൽ ഇതിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശങ്കർ മോഹൻ. ഞാൻ അമ്പലപ്പുഴ സൗത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് യോഗ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്ത് വരികയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായിട്ട് ജില്ലകളിലെല്ലാം ആലപ്പുഴ ജില്ല മറ്റേ എല്ലാ ജില്ലകളിലും നമ്മൾ യോഗാ ദിനം ആചരിച്ചു വരുന്നുണ്ട്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് 2014 ആണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി
UN ജനറൽ അസംബ്ലിയിൽ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിച്ചത്. അതിൽ 170 രാജ്യങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും 2015 ജൂൺ 21 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 20-ാം തീയതി വെള്ളിയാഴ്ച അമ്പലപ്പുഴ സൗത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭാ ബാലൻ അവർകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി ശ്രീലേഖ അവർകൾ സംബന്ധിക്കുകയും അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഈ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ശ്രീമതി ഡോക്ടർ സൂര്യ സുരേഷ് അവർ ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു. അതുകൂടാതെ നമ്മളുടെ ഈ സ്ഥാപനത്തിൽ യോഗ ക്ലാസ്സിൽ 2 വർഷത്തോളമായിട്ട് നമ്മളുടെ കൂടെ ഇപ്പോഴും ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഭിന്നശേഷിക്കാരായ 2 പേര്, സന്ദീപും പ്രതാപും, അവർക്കൊരു മൊമെന്റോ നൽകി ആദരിക്കുവാനായിട്ടുള്ള നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ യോഗാ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ യോഗാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അറിയിച്ചുകൊള്ളും.